തീർത്ഥ വിവേക്. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സന്ധ്യ വാസുദേവൻ. ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള, നമുക്കൊക്കെ അറിയാം, ഇന്ത്യൻ പാർലമെന്റിന്റെ പരിസരത്ത് പോലും നമുക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയുള്ളപ്പോൾ ആ പാർലമെന്റിനകത്ത് പോയി അവിടുത്തെ എം പിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം ലഭിച്ച തൃപ്പൂണിത്തുറ സ്വദേശി, ഏക മലയാളിയും തൃപ്പൂണിത്തുറ സ്വദേശിനിയുമായ തൃപ്പൂണിത്തുറയിലെ LLB വിദ്യാർത്ഥിനിയാണ് കുമാരി അനിക. കുമാരി അനികയ്ക്ക് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ഈ വേദിയിൽ അലങ്കരിക്കുന്നത് കൊച്ചുകുട്ടിയാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ എടുത്ത് പറയത്തക്ക ഒരു പ്രവർത്തനം, ഭക്ഷ്യ സുരക്ഷാ രംഗത്ത് ഒപ്സയുടെ മോഡറേറ്ററായും വെബ്സൈറ്റിൽ പ്രവർത്തനം എല്ലാം ചെയ്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് 2023 ഡോക്ടർ APJ അബ്ദുൽ കലാം ബാലപ്രതിഭ പുരസ്കാരത്തിന് അർഹതയായ കുമാരി തീർത്ഥ വിവേകിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന 2 ചെറിയ മിടുക്കി കുട്ടികളുണ്ട്. ഓരോരുത്തരുടെയും പ്രൊഫൈൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്ര ചെറിയ പ്രായത്തിൽ അവരിങ്ങനെ അച്ചീവ്മെന്റ്സ് നേടുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല. ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് വളരാനുള്ളൊരു മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നമ്മൾ വളർന്നു പൊക്കോളും. എനിക്ക് അതാണ് എല്ലാ കുട്ടികളോടും പറയാനുള്ളത്. ആൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും. അടുത്തായിട്ട് നമ്മളിവിടെ ആദരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാരി കുമാരി തീർത്ഥ വിവേകിനെയാണ്. സുരക്ഷിതവും പോഷകസമ്പൂർണവുമായ ഭക്ഷണം, അതാണ് ഭക്ഷ്യസുരക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു മനുഷ്യന്റെ ഭക്ഷ്യസുരക്ഷ എന്നത് അവകാശം എന്നതിൽ നിന്ന് മാറി ഇന്നൊരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് OFSA, ഓർഗനൈസേഷൻ ഫോർ ഫുഡ് സേഫ്റ്റി സൊല്യൂഷൻസ് ആൻഡ് അവയർനെസിന്റെ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സെമിനാറുകൾക്ക് തുടർച്ചയായി നേതൃത്വം നൽകുകയും മോഡറേറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദേശത്തെ കൊച്ചു കൂട്ടുകാരി 3ാം ക്ലാസ് വിദ്യാർത്ഥിനി തീർത്ഥ വിവേകിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ തീർത്ഥ വിവേകിനെ ആദരിക്കുന്നതിനായി ASRAയുടെ ശ്രീ M വേണുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നത് ASRAയുടെ കമ്മിറ്റി അംഗം ശ്രീ P ഗിരീഷ്. അടുത്ത കൊടന്തല്ലൽ, കൊളങ്കര എന്നിവയിൽ 2ാം സ്ഥാനം നേടിയ ആതിര ഉദയൻ. എല്ലാ ഭാരവാഹികളെയും എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ വെബിനാർ എല്ലാ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും മോഡറേറ്ററായി നേതൃത്വം വഹിച്ചതിനാണ് ഞാൻ ഈ ആദരവിന് അർഹയായത്. ഭക്ഷ്യസുരക്ഷ എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അന്നത്തെ ബഹുമാനിക്കുകയും അതോടൊപ്പം സ്നേഹിക്കുകയും ചെയ്താൽ നമ്മൾ ഒരിക്കലും അന്നത്തെ ദുഷിപ്പിക്കുകയോ പാഴാക്കുകയോ ചെയ്യില്ല. ഭക്ഷ്യസുരക്ഷയുടെ ആദ്യ പാഠം തുടങ്ങേണ്ടതും അവിടുന്ന് തന്നെ. ഞാൻ എൻ്റെ കുട്ടി ഭാവനയിൽ അന്നത്തെക്കുറിച്ച് ഒരു കുട്ടി കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നിവിടെ നിർത്തട്ടെ. അന്നമാം ഉണ്ണി ഈ മണ്ണിൽ വെണ്ണിലെ ഈശ്വരൻ, അന്നത്തെ ദുഷിപ്പിക്കരുതേ,
പാഴാക്കുകയും അരുതേ. അന്നമുണ്ണാത്തൊരു ജീവനുമില്ല, അന്നമുണ്ണാത്തൊരു ഈശ്വരനുമില്ല. അന്നം പിഴച്ചാൽ